സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത വിഷഭക്ഷണം. ആറ് ദിവസത്തിനിടയിലാണ് 2 മരണങ്ങൾ, രണ്ടും ഭക്ഷ്യ വിഷബാധ. കാസർഗോഡ് തലക്ലായിലെ അഞ്ജുശ്രീ പാർവതിയാണ് കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ മരിച്ചത്. ഹോട്ടലിൽ നിന്നും ഓൺലൈനിൽ വരുത്തിയ കുഴിമന്തി കഴിച്ചതോടെ ശാരീരിക അസ്വസ്ഥത ആരംഭിച്ചെന്ന് ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടി ആദ്യം കേക്ക് കഴിച്ചെന്നും പിന്നീട് കുഴിമന്തി കഴിച്ചെന്നുമാണ് ജില്ലാ ആരോഗ്യ വിഭാഗം പറയുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. 6 ദിവസത്തിനിടെ 2 പേരാണ് സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഡിസംബർ 31-നാണ് അഞ്ജുശ്രീ കുഴിമന്തി കഴിച്ചത്. ഒപ്പം കഴിച്ചവർക്കും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് ഇപ്പോൾ ഈ മരണത്തിന് ശേഷം മാത്രമാണ്. 31-ാം തീയതി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അവരെ വീട്ടിലെ കുടുംബ കുട്ടികളൊക്കെ വന്ന് ഒത്തുചേർന്നപ്പോൾ കാസർഗോഡ് ഹോട്ടലിൽ നിന്ന് ഓൺലൈനായിട്ട് ഭക്ഷണം ബുക്ക് ചെയ്ത് വരുത്തിച്ചു. കുഴിമന്തിയാണ് വരുത്തിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് ദേഹാസ്വസ്ഥത ഉണ്ടാകും. ഒന്നിച്ച് കഴിച്ച 1-2 കുട്ടികൾക്കും അത് ചെറിയ രീതിയിൽ ദേഹാസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തൊട്ടടുത്തുള്ള ദേളിയിൽ സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഛർദിയൊക്കെ ആയതുകൊണ്ട് സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസം വീണ്ടും കുട്ടിക്ക് അങ്ങനെ പ്രശ്നം വന്നു. വീണ്ടും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വലിയ മാറ്റം വരാതിരിക്കുമ്പോൾ ഇന്നലെ രാവിലേക്ക് നില വഷളായി. അതായത് BP ഒക്കെ ഡൗണായി, പ്രഷർ ഡൗണായി, കുട്ടി അബോധാവസ്ഥയിലായി. അപ്പോഴാണ് കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായിട്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ അങ്ങനെ രാവിലെ അവിടെ എത്തിച്ചു. ഇന്ന് രാവിലെയോടുകൂടി 4 മണിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. നാട്ടിൽ വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പരാതി വരുന്നുണ്ട്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം. വലിയൊരു കുടുംബത്തിൻ്റെ ഒരു വിളക്കാണ് അണഞ്ഞത്. അപ്പോൾ ആ രീതിയിലൊരു അന്വേഷണം നിർബന്ധമായും ഉണ്ടാവണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആദ്യം കേക്കാണ് കഴിച്ചതെന്നും പിന്നീടാണ് കുഴിമന്തി കഴിച്ച കാര്യം പറഞ്ഞതെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുബിമോൾ പറഞ്ഞു. നമ്മൾ ഇതുവരെ ഇതാരും വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് പരിശോധിക്കുന്നുണ്ട്. ഈ വിവരം നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഫുഡ് പോയിസൺ ഉണ്ടായ കാര്യം ഇത് നിർഭാഗ്യവശാലുണ്ടായ ഒരു സംഭവമാണ്. നമ്മൾ കൃത്യമായി പരിശോധന, വളരെ ഊർജ്ജസ്വലമായി പരിശോധന കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കാസർഗോഡ് റിപ്പോർട്ടർ KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഈ 6 ദിവസങ്ങൾ, ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ട് 6 ദിവസം, ഈ 6 ദിവസവും ഒരു നടപടിയും അധികൃതർ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അവരൊന്നും ഇത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അറിയിപ്പ് അധികൃതർക്ക് നൽകുകയോ അല്ലെങ്കിൽ പരാതി നൽകുകയോ ഒന്നും ഉണ്ടായില്ലേ? കിരൺ ബാബു, ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് കാസർഗോഡ് MLA നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ ഈ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അവ്യക്തത ഇതിൽ സംബന്ധിച്ച് ചില അവ്യക്തതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അഞ്ജുശ്രീ പാർവതിയുടെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെത്തിയിരുന്നു. നിരവധി പേർ ഇവിടെ സമയം കാണാൻ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സൂചിപ്പിച്ചതുപോലെ തന്നെ 31-ാം തീയതി ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നു. ഒപ്പം ഉള്ളവർക്കും ഇത്തരത്തിൽ ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ആരോഗ്യവകുപ്പ് അധികൃതർ ഈ കാര്യം അറിയുന്നത് ഇന്നാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു മരണം കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നു. ഈ അൽ റൊമാൻസിയ എന്ന ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയാനാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണ സാധനങ്ങളുടെ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്നത്. എന്നാൽ ഈ സംബന്ധിച്ച് മറ്റ് പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. തൽക്കാലത്തേക്കായി മാത്രം ഈ ഹോട്ടലിന്റെ പ്രവർത്തനം നടത്തിവെക്കാനാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ടെ ഭക്ഷ്യവിഷബാധ ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് ഒഴിയുന്നില്ലെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ VR വിനോദ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ന്യൂസ് 18നോട് പറഞ്ഞു.
ഒരാഴ്ചക്കിടയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് സംസ്ഥാനത്തുണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണ് അഞ്ജു ശ്രീയുടേത്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ കോട്ടയത്തെ രശ്മിയുടെ മരണത്തിന് പിന്നാലെ ഊർജിതമാക്കിയിരുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഈ ആരോഗ്യ വകുപ്പിന്റെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ദുഃഖകരമായ ഒരു വാർത്ത കാസർഗോഡ് നിർത്തുന്നത്. എന്തായാലും പ്രതികരണവുമായി ഫുഡ് സേഫ്റ്റി കമ്മീഷണർ അദ്ദേഹം തന്നെ നമ്മുടെ ഒപ്പം തരുന്നു. സർ, ഇത്തരത്തിലൊരു മരണം അത് ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് വിശേഷിപ്പിച്ച് ഇനി കൈയൊടിയാൻ കഴിയുമോ? ഇല്ല, ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശേഷിപ്പിക്കുന്നില്ല. ഒന്നാമത് നമ്മളിപ്പോൾ അതിന് ഒരു ഫുഡ് സേഫ്റ്റി പോയിസൺ കേസ് ഉണ്ടായാൽ എന്താണ് സ്വീകരിക്കേണ്ടത്, അതിനുള്ള റെസ്പോൺസ് സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നാമത് ഇത് ഫുഡ് പോയിസൺ കേസാണെന്ന് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു ടീം ഉദ്യോഗസ്ഥർ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയ ഹോസ്പിറ്റൽ, അവിടുത്തെ മെഡിക്കൽ റെക്കോർഡ്സ്, ഡോക്ടേഴ്സിൻ്റെ മൊഴി, ഈ വിഷബാധയ്ക്ക് വിധേയരായവരുടെ മൊഴി ഇവ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. വേറൊരു ടീം ഓഫ് ഓഫീസേഴ്സ് ഈ സ്ഥലത്ത് ഏത് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിച്ചത് അവിടെ ചെന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ത് ഭക്ഷണമാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഭക്ഷണം എത്ര പേര് വാങ്ങിച്ചു, ഏതെല്ലാം വീടുകളിലേക്ക് വാങ്ങിച്ചു, അവരുടെ മൊഴി രേഖപ്പെടുത്തും. എവിടെ നിന്നെങ്കിലും ഭക്ഷണത്തിൻ്റെ സാമ്പിൾസ് കിട്ടുന്നുണ്ടോ, ഭക്ഷണത്തിൻ്റെ സാമ്പിൾസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഈ കേസിന് സഹായകരമാകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കുറ്റത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇത് കർശനമായ ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കണം. ഈ ഒരു ഫുഡ് പോയ്സൺ കൊണ്ട് മരണം സംഭവിക്കുന്ന കേസിൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ ഫൈനുമാണ് നിയമത്തിൽ നിഷ്കർഷിക്കുന്നത്. അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഭക്ഷണത്തിൻ്റെ സാമ്പിൾ കിട്ടിയില്ലെങ്കിൽ കൂടി ആ ഹോട്ടൽ പരിശോധിക്കുന്നതിലൂടെ ഹോട്ടലിലെ ഹൈജീൻ കണ്ടീഷൻസ്, ജീവനക്കാരുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്, അവിടെ റോ മെറ്റീരിയൽസ് എവിടുന്ന് വാങ്ങിക്കുന്നു, മീറ്റ് എവിടുന്ന് വാങ്ങിക്കുന്നു, മീറ്റ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, റെഫ്രിജറേറ്റർ ചെയ്യുന്ന എത്ര ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താണോ, പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടോ, അവർക്ക് ലൈസൻസ് ഉണ്ടോ, അവർ ട്രെയിനിങ് എടുത്തവരാണോ നിയമപരമായി, ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ തന്നെ ഇൻ കേസ് സാമ്പിൾ കിട്ടിയില്ലെങ്കിൽ കൂടെ ഇവരെ ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അതിനുവേണ്ടിയുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ലീഗൽ സ്ക്രൂട്ടിനിക്ക് കോടതികളിൽ വിധേയരാകേണ്ടി വരും. അപ്പോൾ ലീഗൽ സ്ക്രൂട്ടിനിക്ക് വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിൾ സ്വീകരിക്കുകയെന്നാണ്. അത് ഹൈക്കോടതി മാത്രമല്ല സുപ്രീം കോടതിയിലും ഒക്കെ ഒരുപക്ഷെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, കാസർഗോഡ് ഈ സംഭവം വരുന്ന കഴിഞ്ഞ 31-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഭക്ഷ്യവിഷബാധ അഞ്ജുശ്രീ ഉൾപ്പെടെ ഈ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാകുന്നത്. അന്ന് ഈ പരാതി ഉയർന്നിരുന്നു. നിരവധി പേർക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതായിട്ടുള്ള ആക്ഷേപങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നതുമാണ്. പക്ഷേ ഈ പരിശോധന ഇന്നലെ രാത്രി വരെ ഈ കട പ്രവർത്തിച്ചിരുന്നു, ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൃത്യമായ പരിശോധന വേണ്ട സമയത്ത് നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായി പ്രാഥമികമായി നടത്തുന്ന വിലയിരുത്തൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്? എനിക്ക് ഫീൽഡിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഞാൻ റിപ്പോർട്ട് അവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഫീൽഡിൽ നിന്ന് പ്രാഥമികമായിട്ട് എനിക്ക് ഉടൻ തന്നെ റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇക്കാര്യങ്ങളിലെ കൃത്യതയോടെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഫർദറായിട്ട് എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ഫീൽഡിലേക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും. അതനുസരിച്ച് ഫർദർ നടപടി സ്വീകരിക്കും. ഈ പരിശോധനകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഏത് സ്ഥാപനത്തിലേക്കാണോ പരിശോധനയ്ക്ക് പോകുന്നത് ആ സ്ഥാപനത്തിന്റെ ഉടമകളെ ഈ റെയ്ഡിന് പോകുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ വിവരങ്ങൾ ചോർത്തി നൽകുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് ചില സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ സംബന്ധിച്ച് അടിസ്ഥാനമില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാത്രമല്ല ഹോട്ടലുകൾ പരിശോധിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നമ്മൾ വളരെ കൃത്യമായൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഉദ്യോഗസ്ഥർ നമ്മൾ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരാണ്. അവർ ഇത്തരം നടപടികളിലേക്ക് ഒരിക്കലും വിധേയരാകുന്നവരല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിധേയരാകുന്നുണ്ടെങ്കിൽ കർശന ശിക്ഷാ നടപടികൾ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾ ഓരോ നടപടികളും ഓരോ മാസവും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, മന്ത്ലി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിവരം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അങ്ങനെ മുൻകൂറായിട്ട് വിവരം കൊടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഒരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. ഈ 5-ാം തീയതിയും 6-ാം തീയതിയുമായിട്ട് മാത്രം ഏതാണ്ട് 500-ലേറെ സ്ഥാപനങ്ങളിൽ 5-ാം തീയതിയും 450-ലേറെ സ്ഥാപനങ്ങളിൽ ഇന്നലെയും പരിശോധന നടത്തിയതായിട്ട് വാർത്താക്കുറിപ്പുകളടക്കം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ അഞ്ജുശ്രീയുടെ മരണത്തിന് പിന്നാലെ നിലവിൽ നിങ്ങൾ എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്? നമ്മൾ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിനുള്ള നടപടിയിലാണ്. ടാസ്ക് ഫോഴ്സിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ലാബിലെ ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലെ ഉദ്യോഗസ്ഥർ, വളരെ കാര്യക്ഷമതയുള്ള സിൻസിയറായ ഉദ്യോഗസ്ഥരെ, ഹോണസ്റ്റിയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. അതുടൻ തന്നെ ദിവസങ്ങൾക്ക് രൂപീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് കാസർഗോഡ് ഇത്തരത്തിൽ ഈ പരാതി വന്നതിന് പിന്നാലെ അതിൽ നടപടിയെടുക്കേണ്ടിയിരുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാകുമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും.
തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ VR വിനോദാണ് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം നടത്തുന്നതിലോ അത് റിപ്പോർട്ട് ചെയ്യുന്നതിലോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായ നടപടി അവരുടെ ഭാഗത്ത് നിന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എന്നാണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെയും ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ പരിശോധനകൾ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനം മുഴുവൻ പരിശോധനയ്ക്ക് അധികാരമുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് 2 ദിവസത്തിനകം രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കാസർഗോഡ് മരണപ്പെട്ട യുവതി എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്നും എന്നാണ് ഭക്ഷണം കഴിച്ചതെന്നും ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ മായം കലർത്തുന്നവർക്കെതിരെ കേസെടുക്കുമ്പോൾ ശക്തമായ വകുപ്പുകൾ ചുമത്തണമെന്നും ഭക്ഷണത്തിൽ മായം കലർത്തിയ ശേഷം സ്ഥാപനം പൂട്ടിയാൽ അത് വീണ്ടും തുറക്കൽ എളുപ്പമാകില്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സ്റ്റേറ്റ് ലെവൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ അതിൽ നിയമപരമായി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടെ വേണമെങ്കിലും ഇവർക്ക് പരിശോധിക്കാം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും അവിടുത്തെ FSO അറിയുക. അവിടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ചെന്ന് കഴിഞ്ഞാൽ FSO ആ ടീമിനുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് തുടർ നടപടികൾ പ്രവർത്തനങ്ങളിൽ അവർക്ക് സപ്പോർട്ട് നൽകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഭക്ഷണം അതിൽ മായം കലർത്തുക എന്ന് വെച്ചാൽ അതിൽ വിഷം കലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഈ സംഭവത്തിന്മേലുള്ള റിപ്പോർട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷനോട് തേടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടും ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ തേടിയിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എപ്പോഴത്തേക്ക് പ്രാബല്യത്തിൽ വരുന്നുണ്ട്? ഈ ആഴ്ച തന്നെ. ഇതിപ്പോൾ ശനിയാണല്ലോ. ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ തിങ്കൾ ചൊവ്വ കൊണ്ട് അതിൻ്റെ ഓർഡർ ആവും. കൊച്ചിയിലെ കായിയാസ് ഹോട്ടലിൽ ബിരിയാണിയിൽ പഴുതാരെ കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴുതാരെ കണ്ടെത്തിയത്. ഹോട്ടൽ അടച്ചുപൂട്ടി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്ന് 3 കടകൾ കൂടി അടച്ചിട്ടുണ്ട്. ആലുവ നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയുണ്ടായ ഹോട്ടലിൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനും ഭർത്താവും കൈക്കൂലി വാങ്ങിയാണ് ഹോട്ടൽ തുറന്നു നൽകിയെന്നാണ് ആരോപണം. നഗരസഭാ കവാടത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി ഡി സുരേഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇനിയും പ്രധാനപ്പെട്ട വീട്ടിലെ കൂറ്റൻ നായ്ക്കളെ തുറന്നുവിട്ടും ഒരു കൈയിൽ വടിവാളുമായി പോലീസിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയ ആളെ പിടികൂടാനുള്ള പോലീസ് ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളുമുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൊണ്ടുവന്നിട്ടാണ് നായയെ മെരുക്കി എടുത്തത്. നായയെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയപ്പോൾ 2 നായ്ക്കളെ അഴിച്ചുവിട്ടതിൻ്റെ ഒരു കൈയിൽ വടിവാളുമായി നിന്നാണ് അയാൾ പോലീസിനെ ഭീഷണിപ്പെടുത്തിയത്. ഒടുവിൽ അയാൾ പോലീസിനെ ഞാൻ വരാം എന്ന് പറഞ്ഞ് കാറെടുത്ത് രക്ഷപ്പെടുക കൂടിയായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും നായയുമായി പോലീസ് സംഘം വീട്ടിലെത്തി. പരിശീലകരെ കൊണ്ട് നായ എന്തായാലും പൂട്ടിയിട്ടുണ്ട്. വീട്ടിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഈ സജീവനെ കൂടി പോലീസിന് പിടികൂടണം. ഇതെന്തിനാ പട്ടി കൊല്ലം നിലമേലിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയെ CITU പ്രവർത്തകർ കൊല്ലം ചിതറയിൽ നിന്നുള്ള വാർത്തയിൽ ഞങ്ങളുടെ കൊല്ലം റിപ്പോർട്ടർ ഷാനോസ് ഡേവിഡ് കൂടി ചേരുന്നുണ്ട്. ഷാനോസ്, ഇപ്പോൾ എങ്ങനെയാണ് ആ വീട്ടിൽ നടക്കുന്ന പരിശോധന? പട്ടിയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയോ? എന്താണ് പോലീസ് ചെയ്യുന്നത്?
കിരൺ, ശരിക്കും പറഞ്ഞാൽ പോലീസ് ആകെപ്പാടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഈ ചിതറിയിലെ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസിന് ഇയാളെ ഈ സജീവൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയാത്തൊരു ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് ഗേറ്റ് പൂട്ടി, നായ്ക്കളെ തുറന്നു വിട്ട് ഗേറ്റ് പൂട്ടിയ ഒരു സാഹചര്യമാണ് ഇതുണ്ടായിരുന്നത്. പോലീസ് ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഗേറ്റിന്റെ താഴൊക്കെ മുറിച്ച് ആണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണാം, ഇദ്ദേഹം ഈ അമ്മയ്ക്കൊപ്പം വന്ന് എന്ന് വീടിന്റെ ബാൽക്കണി ഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും നാട്ടുകാരെ അടക്കം വെല്ലുവിളിച്ചിട്ട് വീടിനകത്തേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പോലീസിന് ഇയാളെ പിടികൂടി പുറത്തേക്ക് ഇറങ്ങി അല്ലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു നായ്ക്കളിൽ 3 നായ്ക്കളാണ് വീട്ടിലുള്ളത്, വലിയ നായ്ക്കളാണ്. അതിനെയാണ് അഴിച്ചുവിട്ടത്. അതിനകത്ത് ഒരു നായെ പോലീസിനെ പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് മാത്രമല്ല, ഫയർഫോഴ്സ് അടക്കം വലിയ സന്നാഹങ്ങളുമായിട്ടാണ് ഈ വീടിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ നാട്ടുകാർ മുഴുവൻ, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അവിടെ കൂടിയിട്ടുണ്ട്. എന്നിട്ടും പോലീസിന് കൃത്യമായി അവരുടെ ഡോർ തുറന്ന് ചെന്ന് അല്ലെങ്കിൽ അയാളെ പിടിച്ചിറങ്ങിക്കൊണ്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. പോലീസുകാരൊക്കെ ജനലിന്റെ ഭാഗത്ത് നിന്ന് സജീവൻ ഇറങ്ങി വരാൻ വേണ്ടിയൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും സജീവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. 1.5 മണിക്കൂറായിട്ട് പോലീസ് സംഘം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പോലീസിന് മുമ്പിൽ നിലവിലുള്ളത്. കിരൺ, ശരി, എന്തായാലും പോലീസ് പരിശ്രമം തുടരുകയാണ്. പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിയിട്ടുണ്ട്. അവർ തീർച്ചയായും എന്തായാലും അയാളെ കീഴടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊല്ലം നിലമേലിൽ CA2 പ്രവർത്തകർ സൂപ്പർ മാർക്കറ്റ് ഉടമയെ തല്ലിച്ചതച്ചു. സൂപ്പർ മാർക്കറ്റ് ഉടമ ഷാനാണ് മർദ്ദനം ഏറ്റത്. യൂണിയൻ കോർപ്പ് സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് CA2 ജില്ലാ സെക്രട്ടറി S ജയമോഹനൻ പറഞ്ഞു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.